ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സീക്രട്ട് ക്രഷ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഫീലിങ്സ്, വിശ്വാസം അഥവാ ഹോപ്പ്, പേടി ഇതൊക്കെ അടങ്ങിയ ഒന്നാണ് സീക്രട്ട് ക്രഷ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ നാണം വരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചധികം അവർ ശ്രദ്ധ കാണിക്കുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു തുടങ്ങി പല സൂചനകൾ ശ്രദ്ധിച്ചാൽ അവർക്ക് നിങ്ങളോട് സീക്രട്ട് ക്രഷ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള സൈനുകൾ കൂടി എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ഫൈൻഡ് എക്സ്ക്യൂസസ് ടു ബി നിയർ യു. അതായത് ഏതൊരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയോട് ക്രഷ് അടിച്ചാൽ അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് ചേർന്ന് നിൽക്കണം. അതിനു വേണ്ടിയിട്ട് അവർ ഓരോരോ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചേർന്ന് നിൽക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോകുകയാണ്, അവരിതാ അവിടെ വന്ന് നിൽക്കും. ലൈബ്രറി പോകുകയാണ്, അവരവിടെ വന്ന് നിൽക്കും. നിങ്ങൾ നടന്നു പോകുന്ന വഴി തുടങ്ങി നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഓരോരോ അവസരങ്ങൾ അവരായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദേ മേക്ക് ഐ കോണ്ടാക്ട് വിത്ത് യു. സാധാരണയിൽ കൂടുതലായിട്ടും അവർ നിങ്ങളെ നോക്കും എന്നും പറഞ്ഞിട്ട് മണിക്കൂറുകളോളം ഇങ്ങനെ നോക്കി നിൽക്കും എന്നല്ല പറഞ്ഞത്. സാധാരണ ഒരു വ്യക്തിനെ നോക്കുന്നതിൽ നിന്നും കുറച്ച് കൂടുതൽ നേരം നിങ്ങളെ തന്നെ നോക്കി നിൽക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ തന്നെ കൂടുതൽ സമയവും നോക്കി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സീക്രട്ട് ക്രഷ് ഉണ്ട് എന്നതാണ്. സാധാരണ ഒരു നോർമൽ ഒരു ഐ കോണ്ടാക്റ്റേ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ഒരു കുട്ടിക്ക് നിങ്ങളോട് ഇനി സീക്രട്ട് ക്രഷ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ദേ ആക്ട് നെർവസ് അറൗണ്ട് യു. അതായത് വാക്ക് കിട്ടാതെ വിക്ക് വരുന്നു. അതായത് നിങ്ങളെ കാണുമ്പോഴത്തേക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പകുതി വാക്കുകൾ അവർക്ക് കിട്ടുന്നില്ല. പകുതി വാക്കുകൾ വിഴുങ്ങി വിടുന്നു. പിന്നെ കൈ വിറയ്ക്കുന്നു. ടെൻഷൻ കൊണ്ട് അവരുടെ മുടിയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നു. ഇറക്കമുള്ള മുടിയാണെങ്കിൽ അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് നിൽക്കും. ചിലരാണെങ്കിൽ നഖം കടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു സീക്രട്ട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ദേ ഗെറ്റ് ജലസ് വെൻ യു ടോക്ക് ടു അതേഴ്സ്. അതായത് ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് നിങ്ങൾ മിണ്ടുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു കുശുമ്പ് അല്ലെങ്കിൽ അസൂയൊക്കെ തോന്നും. മോഹമൊക്കെ ഇങ്ങനെ വീർപ്പിക്കും. അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഫ്രണ്ട്സിനോട് ഇങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ അവരോടൊരു കാരണമില്ലാതെ വഴക്കിടും. പിന്നീട് നിങ്ങളോടും ചെറിയ ദേഷ്യം അല്ലെങ്കിൽ പിണക്കമൊക്കെ കാണിക്കും. നിങ്ങളെ നേരെ പോലും നോക്കത്തില്ലായിരിക്കും. നല്ല ദേഷ്യമായിരിക്കും നിങ്ങളോടും. പക്ഷേ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മിണ്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഇച്ചിരി ജാട കാണിച്ചെങ്കിലും വീണ്ടും പഴയതുപോലെയൊക്കെ ആയിക്കോളൂ ഈ ഒരു പെൺകുട്ടി. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ദേ കോംപ്ലിമെന്റ് യു ഫ്രീക്വൻ്റ്ലി. അതായത് നിങ്ങളെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, ഇന്ന് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകൾ, നിങ്ങളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ കുറേ അധികം കോംപ്ലിമെൻറ്റ്സും ഈ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് നൽകും. ആവശ്യമില്ലാത്ത കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരാവശ്യമില്ലാതെ വെറുതെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി സിക്സ്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിററിംഗ് ആണ്. അതായത് ആ ഒരു വ്യക്തി പോലും അറിയാതെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കുന്നു, നിങ്ങൾ ചിരിക്കുന്ന പോലെ, അതായത് നിങ്ങളിപ്പോൾ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചിരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ചിരി ഈ ഒരു പെൺകുട്ടി ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ആൺകുട്ടി ചിരിക്കുന്നു തുടങ്ങി നിങ്ങളെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെന്ന് അനുകരിക്കുകയാണ് അവർ എല്ലാ കാര്യങ്ങളിലും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ തന്നെ മിററിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു കണക്ഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പോലും അറിയാതെയാണ് ഈ ഒരു കാര്യം അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളോടൊരു ക്രഷൊക്കെ ഉണ്ട്. ഇനി സെവൻത് പോയിന്റ് എന്താണെന്ന് നോക്കാം. സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് ദേ സ്റ്റാർട്ട് ടു ഡെവലപ്പ് സിമിലർ ഇൻട്രസ്റ്റ് ആസ് യു.
അതായത് നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് ചോദിച്ചറിഞ്ഞിട്ട് അവരും അതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്കിപ്പോൾ ഫുട്ബോൾ ഇഷ്ടമാണ്, ആ ഒരു പെൺകുട്ടിയെ ഫുട്ബോൾ കാണാൻ വേണ്ടി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കാണുന്നൊരു വ്യക്തിയാണ്, ആ ഒരു പെൺകുട്ടി ഇത് കാണാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെ നിങ്ങളുടെ താല്പര്യം എന്താണോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു വ്യക്തി അത് അവരുടെ ഒരു ഫേവറേറ്റ് ഹോബിയൊക്കെ ആക്കി മാറ്റുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു ആൾക്ക് നിങ്ങളോട് നന്നായിട്ട് ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 7th പോയിന്റ്. ഇനി 8ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് എന്താ ഇത് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. നമ്മുടെ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ റിമെമ്പർ സ്മോൾ ഡീറ്റെയിൽസ് അബൌട്ട് യു. അതായത് നിങ്ങൾ പറയുന്ന ഓരോ കാര്യം അവരിങ്ങനെ ഓർത്ത് വെക്കും. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ പറയുമ്പോഴത്തേക്കും അതിന് മുമ്പായിട്ട് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു ആൺകുട്ടി ആയിരിക്കും അത് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെ. ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയ കാര്യം വരെ ഇവരെ ഓർത്ത് വയ്ക്കും. ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ അവർ ഓർത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 8th പോയിന്റ്. ഇനി 9ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 9ാമതായിട്ട് വരുന്നത് ദേ ആർ ഓൾവേസ് അവൈലബിൾ ടു ഹെൽപ്പ് യു. അതായത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരെപ്പോഴും റെഡിയാണ്. നിങ്ങളൊരു സഹായം ചോദിച്ചില്ല എങ്കിൽ പോലും അവർ ഓടി വന്നിട്ട് നിങ്ങൾക്കതൊക്കെ ചെയ്തു തരും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ ട്രൈ ടു മേക്ക് യു ലാഫ്. നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും. ഒട്ടുമിക്ക സമയവും നിങ്ങളുടെ പുറകെ നടന്നിട്ട് ഒരു തമാശകളൊക്കെ പറയുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തമാശകളും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ ചിരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു സീക്രട്ട് ക്രഷ് ഉണ്ട് എന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ വീഡിയോയിൽ ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.